സർ നമസ്കാരം. 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 സർ, ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഉപയോഗിച്ച ഒരു വേർഡുണ്ട്, പ്രൊഫഷണൽ സൂയിസൈഡ്. അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ അതിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് സമാനമായ ഒരു അവസ്ഥ കർണാടകയിലും ഉണ്ടായി എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്താണ് സർ ആ വിഷയം? ഇത് രണ്ടുമായി താരതമ്യം ചെയ്ത് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണോ ആ വിഷയം? തീർച്ചയായിട്ടും ഇത് അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ ഡോക്ടർ ഹാരിസ് ആണ് ആ വാക്ക് ഉപയോഗിച്ചത്. എത്ര അർത്ഥവത്തായ വാക്കാണെന്ന് നോക്കുക. പിടിച്ചു നിൽക്കാൻ വയ്യ, സർവീസിൽ തുടരാൻ വയ്യ. ഈ ബ്യൂറോക്രസിയുടെയും ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയും ഒക്കെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് സർവീസിൽ തുടരാൻ വയ്യ. എനിക്ക് മനുഷ്യർ എന്റെ നാട്ടുകാരുടെ മുഖത്ത് നോക്കാനുള്ള നാണക്കേടുണ്ട്, ഇവരുടെ പെരുമാറ്റങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു പ്രൊഫഷണൽ സൂയിസൈഡിന് തയ്യാറാകുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളെ അടുത്ത കാലത്തൊന്നും അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു വാക്കാണത്, പ്രൊഫഷണൽ സൂയിസൈഡ്. ഒരു ഡോക്ടറും സൂയിസൈഡ് എന്നൊരു വാക്ക് സാധാരണ ഉപയോഗിക്കാറില്ലല്ലോ, അതിന് പരിഹാരം മാത്രമേ അവർ പറയാറുള്ളൂ. എന്റെ കരിയർ കൊണ്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞത് കറക്റ്റാണ്. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വേറെ മാർഗമില്ല. അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ അച്ചടക്കമുള്ള ഒരു ഡോക്ടറായിട്ട് കേരള സർവീസിൽ തുടരുകയാണ്. അപ്പൊ അങ്ങനെ അനിഷ്ടകരമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ശിക്ഷ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് നല്ല ധാരണയും ബോധവുമുള്ള ഡോക്ടർ തന്നെയാണ് അദ്ദേഹം. ഇന്നും അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഏത് സമയത്താണ് സസ്പെൻഷനോ മറ്റേ ട്രാൻസ്ഫറോ മറ്റു നടപടികളോ വരുന്നത്, ആ വരുന്ന സമയത്ത് പോലും എന്റെ രോഗികൾക്ക് ഒരു ഉണ്ടാകാത്ത രീതിയിൽ ഞാൻ മറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്റെ ജൂനിയേഴ്സിനെ എല്ലാ ചുമതലകളും ഏൽപ്പിച്ചിട്ട് ഞാനിത് തയ്യാറായി നിൽക്കുകയാണ്. ഇനി എന്റെ ഓർഡർ ഇഞ്ഞ് കിട്ടിയാൽ മതി. ഏത് തരത്തിലുള്ള ഓർഡർ ആണെന്നുള്ളത് അറിയാൻ വേണ്ടി അതിനു മുമ്പ് അതിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിതാ മാറിക്കൊടുക്കുന്നു. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ആൻസർ ചെയ്യുന്നത് നോക്ക്, എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം, ഏതാണ്ട് അതിന് സമാനമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ കർണാടകത്തിൽ ഉണ്ടായിരിക്കുന്നത്. കർണാടകത്തിൽ ഒരു 3-4 ദിവസം മുമ്പ് അവിടുത്തെ SP നാരായണൻ ബർമാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് അഡീഷണൽ SP ആണ് കർണാടകത്തിൽ. IPS കാരനാണ്, അഡീഷണൽ SP ആണ് അദ്ദേഹം. അദ്ദേഹം അവിടുത്തെ ഹോം സെക്രട്ടറിക്ക് തന്റെ രാജിക്കത്ത് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഈ ഹാരിസ് ഡോക്ടറുമായിട്ടൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രായത്തിലും ഏതാണ്ട് അങ്ങനെ ഒരു സിമിലാരിറ്റി ഉണ്ട് രണ്ടുപേരും തമ്മിൽ. ഇദ്ദേഹത്തിന് 56 വയസ്സാണ് ഉള്ള പ്രായമാണ് ഈ SP നാരായണൻ ബർമാനിക്കുള്ളത്. 4 വർഷം സർവീസ് ബാക്കിയുണ്ട്. 31 വർഷം കർണാടക പോലീസിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്, എന്റെ രാജിക്കത്ത് സ്വീകരിക്കണം, ഇതിനെ എന്റെ വോളണ്ടറി റിട്ടയർമെന്റ് ആക്കണം, VRS ആയിട്ട് പരിഗണിക്കണം. എനിക്കിനി കർണാടക പോലീസിൽ സേവനം ചെയ്യാൻ വയ്യ, എനിക്ക് അതിന് ബുദ്ധിമുട്ടുണ്ട്. അതിന് കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് 2 മാസം മുമ്പ് എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വന്നൊരു സംഭവമാണിത്. കർണാടകത്തിലെ ബലഗാവിയിൽ വെച്ച് ഒരു പ്രതിഷേധ റാലി ഉണ്ടായിരുന്നു. വിലക്കയറ്റത്തിനെതിരെ നടന്ന ഒരു പ്രതിഷേധ റാലിയാണ്. ഈ റാലിയിൽ പങ്കെടുക്കാൻ, റാലിയുടെ ചടങ്ങില് പങ്കെടുക്കുന്നതിനായിട്ടും, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ്, അതിൽ പങ്കെടുക്കുന്നതിനായിട്ട് മുഖ്യമന്ത്രി വന്നിരുന്നു. കർണാടകത്തിലെ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാവുന്നതുപോലെ സിദ്ധരാമയ്യയാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണത്. കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. ഒരുപാട് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പാർട്ടിയിൽ കൂടെ വന്നതാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനും ആയിരുന്നില്ല. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ കൂടി ഇങ്ങനെ ചാടിയാണ് അവസാനം അത് കോൺഗ്രസിലെത്തിയിരിക്കുന്നത്. അവിടുത്തെ ഒരു പിന്നോക്ക സമുദായമാണ്. വളരെയേറെ സ്വാധീനമുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം DK ശിവകുമാറിനെ മാറ്റി നിർത്തിയിട്ട്, അവിടുത്തെ കർണാടകത്തിലെ കോൺഗ്രസിന്റെ എല്ലാമായ DK ശിവകുമാറിനെ മാറ്റി നിർത്തിയിട്ട് സിദ്ധരാമയ്യക്ക് തന്നെ വീണ്ടും ചാൻസ് കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ്. വീണ്ടും തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തർക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസവും ഇഷ്യൂ ഉണ്ടായിരുന്നു. ആദ്യത്തേവരുടെ ധാരണപ്രകാരം 2.5 വർഷം സിദ്ധരാമയ്യക്കും അടുത്ത 2.5 വർഷം DK ശിവകുമാർ, അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണല്ലോ, അദ്ദേഹത്തിന് കൊടുക്കാമെന്നായിരുന്നു. പക്ഷെ ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം വിട്ടുകൊടുക്കുന്നില്ല. സിദ്ധരാമയ്യ പറയുന്നത് ഞാൻ മാറിക്കൊടുക്കത്തില്ല, ശിവകുമാറിന് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി ആകുകയും വേണം. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ സിദ്ധരാമയ്യയുടെ ജനസമ്മതി, അദ്ദേഹത്തിന്റെ ആ ജനസമ്മതിക്ക് മുമ്പിൽ ശിവകുമാറിനെ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥയുമാണ്. അപ്പൊ അങ്ങനെയുള്ള വളരെ പോപ്പുലറായ ഒരു മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. അപ്പൊ സിദ്ധരാമയ്യ ഈ ബലഗാമിയിൽ പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കെ കുറച്ച് പ്രവർത്തകർ കരിങ്കൊടിയുമായിട്ട്
കരിയും കൊടിയുമായിട്ട് സ്റ്റേജിന്റെ മുമ്പിലേക്ക് വരികയും അവിടെ ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. ആ വേദിയിൽ ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വലിയ നാണക്കേടായി പോയി. മുഖ്യമന്ത്രിക്ക് വലിയ നാണക്കേടായി പോയി ആ സംഭവം. അദ്ദേഹത്തെ പോലെ ആൾ സംസാരിക്കുമ്പോൾ ആ വേദിയിൽ അത്ര പോലീസുകാർ കാവലുണ്ട്. ഒരുപാട് പോലീസുകാരും മറ്റ് സംവിധാനങ്ങളും ഒക്കെ കാവലുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഈ കരിങ്കൊടി പ്രകടനം നടന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം പ്രതികരിക്കും. പ്രതികരിച്ചെന്ന് പറഞ്ഞാല് ഈ നാരായണൻ ബർമാനി അന്ന് അദ്ദേഹത്തിന് അടുത്ത് തന്നെയാണ്, ഈ പോഡിയത്തിന് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിന് അടുത്ത് തന്നെയാണ് ഈ അഡീഷണൽ എസ് പി നിൽക്കുന്നത്. അഡീഷണൽ എസ് പിയെ പെട്ടെന്ന് ഇദ്ദേഹം കൈകാട്ടി വിളിച്ചു മുഖ്യമന്ത്രി. അപ്പൊ അദ്ദേഹം എന്തോ പറയാനാണെന്ന് വിചാരിച്ച് അഡീഷണൽ എസ് പി മുന്നോട്ട് വന്ന സമയത്ത് മുഖ്യമന്ത്രി ചെയ്യുന്നത്, സിദ്ധരാമയ്യ ചെയ്യുന്നത് പെട്ടെന്ന് കൈ ഉയർത്തുകയാണ്. കൈ ഉയർത്തി ഇദ്ദേഹത്തിന്റെ കവിളിന് നേരെ കൈയും കൊണ്ട് ചെല്ലുകയാണ്, ആഞ്ഞടിക്കുന്നതിന് വേണ്ടി ചെല്ലുകയാണ്. എസ് പി ഒരു നിമിഷം പകച്ചുപോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം പിന്നീട് പറഞ്ഞ ഞാൻ ഒരു നിമിഷം പകച്ചുപോയി, പെട്ടെന്ന് ഞാനിത് പിന്നോട്ട് മാറി, ഇല്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി എന്റെ കവളത്തടിച്ച് എന്റെ കരണത്തടിച്ചേനെ. നോക്കുക, എന്തുമാത്രം ആളുകള്, എന്തുമാത്രം പ്രവർത്തകര്, അദ്ദേഹത്തിന്റെ സഹോദരരായ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ആരെല്ലാം കാണുകയാണ് ഈ പ്രവൃത്തി ചെയ്തത്. അതിനുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് രാജിക്കത്തില് അദ്ദേഹം സൂചിപ്പിച്ചു, ഏറ്റവും നിന്ദ്യവും അപമാനകരവുമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കിട്ടാവുന്ന ഏറ്റവും നിന്ദ്യവും അപമാനകരവുമായ ഈ പ്രവൃത്തി, മുഖ്യമന്ത്രിയുടെ നിലയിൽ നിന്നുള്ള പ്രവൃത്തി, അതും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ച്, എല്ലാ ദൃശ്യമാധ്യമങ്ങളുടെയും ക്യാമറകളുടെയും മുമ്പിൽ വെച്ച് എന്റെ കരണത്തടിക്കാൻ വന്ന ആ രംഗം, അതെന്നെ എന്റെ മനസ്സിനെ വളരെയേറെ വേദനിപ്പിച്ചു. ഞാനിനി സർവീസിൽ തുടർന്നതിൽ അർത്ഥവുമില്ല. എവിടെ ചെന്നാലും ഇത്തരത്തിലുള്ള വഴിദോഷങ്ങൾ കേൾക്കും. എന്റെ സബോർഡിനേറ്റ്സ്, എന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ എന്ത് പറയും? അവരെ ഞാൻ എന്ത് പറഞ്ഞ് ഡിസിപ്ലിൻ അച്ചടക്കം പഠിപ്പിക്കും? മുഖ്യമന്ത്രിയുടെ അടി കൊള്ളാൻ അല്ലെ, അടി മേടിക്കാൻ നിന്ന ആളാണെന്നല്ലേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വയ്യ, ഞാൻ നിർത്തുകയാണ്, ഞാൻ ഈ പരിപാടിയെ നിർത്തുകയാണ്. അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷിച്ചെടുക്കണം. അതുകൊണ്ട് എനിക്ക് VRS അനുവദിച്ചു തരണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. എന്തായാലും അത് ഹോം സെക്രട്ടറിയുടെ പരിഗണനയിലാണ്. കർണാടക പൊളിറ്റിക്സ്, രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തിൽ ഒരുപാട് അടിയൊഴുക്കുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ DK ശിവകുമാർ എന്ന് പറയുന്നത് AICCയുടെ, കോൺഗ്രസ് പാർട്ടിയുടെ അവിടെ ദേശീയ നേതൃത്വത്തിന്റെ സ്വന്തം ആളാണ്. എല്ലാ തരത്തിലും അതിസമ്പന്നനാണ് അദ്ദേഹം. കോൺഗ്രസ് പാർട്ടിയുടെ നെടുന്തൂണാണ്, വലിയ അതിസമ്പന്നനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ ചില കേസുകളും നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ BJP സർക്കാർ ED അടക്കമുള്ള അന്വേഷണങ്ങള്, EDയുടെ നിഴലിലാണ് അദ്ദേഹം, EDയുടെ അന്വേഷണ വലയത്തിലാണ് അദ്ദേഹം. ചില കേസുകൾ ഇപ്പോഴും കോടതി നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിന് എതിരെ വന്ന നടപടികളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു നേതാവാണ് ശ്രീ DK ശിവകുമാർ. BJPയുടെ നോട്ടപ്പുള്ളി തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം. അപ്പൊ ഇവര് തമ്മിലുള്ള ഈഗോ ക്ലാഷ് അതിഭയങ്കരമായിട്ട് കർണാടകത്തിൽ ഉണ്ടാകാൻ നടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2.5 വർഷത്തിന് ശേഷം സിദ്ധരാമയ്യ ഒഴിഞ്ഞു കൊടുക്കുന്ന ലക്ഷണമില്ല. സിദ്ധരാമയ്യ മാറിക്കൊടുക്കുന്ന ലക്ഷണമില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസവും AICC വക്താവ് ഡൽഹി അവിടെ വന്ന് ബാംഗ്ലൂരിൽ വന്ന് പറഞ്ഞത് അത് തന്നെയാണ്. ബാംഗ്ലൂരിൽ വന്ന് ഇവർ തമ്മിൽ വീണ്ടും തർക്കമായപ്പോഴും അദ്ദേഹം ബാംഗ്ലൂരിൽ വന്ന് പറഞ്ഞത് സിദ്ധരാമയ്യെ മാറ്റുന്ന കാര്യമില്ല, അടുത്ത 5 വർഷവും സിദ്ധരാമയ്യ തന്നെ തുടരും. പിന്നെ DK ശിവകുമാർ അവിടെ ഭരണത്തിലിരുന്നിട്ട് വേറെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നിട്ട് പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരവസ്ഥയാണ്. പക്ഷെ ഇതിനിടയിൽ DK ശിവകുമാർ കുഴി ചെന്ന് വീണു. DK ശിവകുമാർ വീണെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് താരങ്ങൾക്ക് ആ സ്റ്റേഡിയത്തിലെ പ്രശ്നം ഉണ്ടായല്ലോ, സ്റ്റേഡിയത്തിൽ പ്രശ്നമുണ്ടായി, കുറെ ആളുകൾ മരിച്ച സംഭവം തിരക്കും. അതിന് പെർമിഷൻ കൊടുത്തതും അതിന് അനുമതി കൊടുത്തതും ഒക്കെ DK ശിവകുമാർ ആണെന്നാണ് സിദ്ധരാമയ്യ പക്ഷക്കാരുടെ ആരോപണം. അദ്ദേഹത്തിന്റെ ഉത്തരവ് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും അതിന്റെ പേര് രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞ് ചില പരോക്ഷമായ പ്രകടനങ്ങളും ഒക്കെ അവിടെ നടന്നിരുന്നു. പക്ഷെ എന്തായാലും അതൊരു വലിയ പ്രശ്നമായി മാറിയില്ല. DK ശിവകുമാർ കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ നല്ല ആരോപണമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഭൂമി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതും കേസായിട്ടുണ്ട്. ഇപ്പൊ ED കേസെടുത്തിട്ടുണ്ട്. അപ്പൊ EDയുടെ ഏത് സമയത്തും വാറണ്ടും പാറോലിയൊക്കെ കിട്ടാം, ഇദ്ദേഹത്തിനും കിട്ടാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഒരു വലിയ പൊളിറ്റിക്സിനകത്തിലാണ് കാര്യങ്ങൾ അവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഇവര് രണ്ടു കൂട്ടരും പഴി പറയുന്നത് BJP ആണ് പഴി പറയുന്നത്. BJPക്ക് പ്രത്യക്ഷത്തിൽ അവിടെ വലിയ റോളിന്റെ കാര്യം വരുന്നില്ല. കാരണം യെദ്യൂരപ്പയെ പോലെ ഒരു സമുന്നതനായ നേതാവുണ്ട് അവിടെ. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് പാർട്ടിയെ അവിടെ നയിക്കുന്നത്. അവർക്കിപ്പൊ ഈ
അടിക്കകത്തിൽ പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. ഇവര് തമ്മിൽ കൂട്ടിമുട്ടട്ടെ. ഈ രണ്ടാടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോ അതിനിടയിൽ നിന്ന് വല്ല ചോര വീഴുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അവര് മാറി നിൽക്കുകയാണ് ഇപ്പൊ അവിടെ. ഇവര് തമ്മിൽ തമ്മിൽ തല്ലട്ടെ എന്നുള്ളൊരു മട്ടിൽ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഈ നാടകങ്ങളൊക്കെ നടക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ ക്ലാഷിന്റെ ഭാഗമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ഇരയായി പോയത് വളരെ സത്യസന്ധനായ കർണാടക പോലീസിൽ 30-ലേറെ വർഷം സേവനം ചെയ്ത സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു അദ്ദേഹവും. ഈ പറഞ്ഞതുപോലെ ഒരു പ്രൊഫഷണൽ സൂയിസൈഡിന്റെ ശ്രമത്തിലാണ്. അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുമെന്നാണ് VRS ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അനുവദിച്ചു കൊടുക്കും. അദ്ദേഹത്തെ പിന്നോട്ട് അദ്ദേഹം ഒരുപാട് സമ്മർദ്ദം അദ്ദേഹത്തിന്റെ പേരിൽ വരുന്നുണ്ട്. നാണക്കേടാണ് മുഖ്യമന്ത്രിക്ക്, സിദ്ധരാമയ്ക്ക് അത് നാണക്കേടായി പോകും. കാരണം വ്യക്തിപരമായിട്ട് അദ്ദേഹമാണല്ലോ ഇതിനകത്ത് ഇഷ്യൂ ആകുന്നത്. നമ്മുടെ ഇപ്പൊ ഈ ആരോഗ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇഷ്യൂവിന് ആവശ്യമില്ലാതെ മന്ത്രിയിലേക്കാണ്. മന്ത്രി അതേ കയറി ഏറ്റുപിടിക്കുന്നത്. സിസ്റ്റം തകരാറെന്നൊക്കെ പറഞ്ഞിട്ട് കയറി ഏറ്റുപിടിച്ചെന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ നേരെ ഈ ആരോപണം വരും. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സൂക്ഷ്മത മതി. എങ്ങനെയെങ്കിലും ഈ SP പിന്തിരിപ്പിക്കാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സർ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നം വരുമ്പോഴും മാത്രമല്ല ഈ രാഷ്ട്രീയത്തിൽ ഉള്ളവരുടെ, അതായത് അധികാര മോഹികൾ തമ്മിലുള്ള പ്രശ്നം വരുമ്പോഴും ബലിയാടാകുന്നത് പലപ്പോഴും ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഉപയോഗിച്ച ആ ടേം പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന ടേം അത് എല്ലായിടങ്ങളിലുമായിട്ട് പ്രസക്തിയുള്ളതാകുന്നത്. നന്ദി സർ.